നമുക്ക് ലോകം എങ്ങനെ ഉണ്ട് നോക്കാം ഗൈസ്. പടത്തെ കുറിച്ച് രണ്ട് വാക്ക്. സൂപ്പർ. സ്പോയിലറുകൾ വരുന്നതിന് മുന്നേ എല്ലാവരും വേഗം പോയി കാണാം. മലയാളം ഇൻഡസ്ട്രിയുടെ ഒരു ന്യൂ ബിഗിനിങ് നമുക്കൊക്കെ പ്രൗഡാക്കാനുള്ള സംഭവം ഉണ്ട്. ഇനി പടങ്ങൾ വരുമ്പോ സൂപ്പർ ആവും. ദുൽഖർ സൽമാന്റെ വെൽഫെയർ യൂണിവേഴ്സ് കോൺസെപ്റ്റ് വേറെ ലെവല്, ഡയറക്ഷൻ കിടില ക്വാളിറ്റിയാ പടം. നമ്മള് അവെഞ്ചേഴ്സ് ഒക്കെ കാണുന്ന പോലെ നല്ല ക്വാളിറ്റിയും നല്ല ഡയറക്ഷനും കോൺസെപ്റ്റ് സൂപ്പറാണ്. ഒട്ടും പ്രതീക്ഷിക്കില്ല. ആരും പ്രതീക്ഷിക്കാത്തൊരു സാധനമാണ് പടത്തിലുള്ളത്. പക്ഷെ അതൊക്കെ പെട്ടെന്ന് വരും, സ്പോയിൽ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ പോയി കണ്ടു. സോ നിങ്ങളും എത്രയും വേഗം പോയി കാണാം. കോൺസെപ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഐഡിയ കിട്ടും. അപ്പോൾ ഇത്രയും ഒരു എക്സൈറ്റ്മെന്റ് ആവില്ല. സോ അത് വരുന്നതിന് മുന്നേ ആസ് സൂൺ പോസിബിൾ എല്ലാവരും പോയി കാണാം. ഹേ ഗൈസ്, അപ്പം കുഞ്ഞൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ലോക മൂവി പോയി കണ്ടിട്ട് ഇപ്പോൾ വന്നേ ഉള്ളൂ. സോ പടത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് മൊത്തത്തിൽ എനിക്ക് നല്ല ഒരു അടിപൊളി പടമായിട്ട് തോന്നി. നല്ല കിടിലൻ ഡയറക്ഷനോട് കൂടിയിട്ടുള്ള നല്ല സസ്പെൻസ് ഒക്കെ ഉള്ള ഒരു അടിപൊളി മൂവിയാണ്. മൂവിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാൻ പറ്റില്ല, കാരണം എല്ലാം സ്പോയിലറായിട്ട് പോകും. അപ്പോൾ നിങ്ങൾ കൂടുതലൊന്നും അറിയാതെ പോകുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഇമ്പാക്റ്റ് കിട്ടുക. സോ അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് തന്നെ ഈ ഒരു പടത്തിന് പോയത്. നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഇത് കുറച്ച് കഴിഞ്ഞാൽ സ്പോയിലേഴ്സ് ഒക്കെ വന്നു തുടങ്ങും, അപ്പം ഇത്രയ്ക്ക് അങ്ങോട്ട് രസമായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പോയി. സോ അത് വർത്ത് ആയിട്ടുള്ളൊരു മൂവി ആയിട്ട് തോന്നി. ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇത്രയും എൻജോയ് ചെയ്തൊരു മൂവി കാണുന്നത്. പിന്നെ ഇതിൽ എടുത്തു പറയാൻ എല്ലാതും അടിപൊളിയാണ്. പിന്നെ ഈ ഒരു പടത്തിനെ കാണാൻ തന്നെ ഒരു നല്ല ഭംഗിയാണ്. അതായത് പടം എടുത്തിരിക്കുന്നത് തന്നെ, അതായത് അതിൻ്റെ സിനിമറ്റോഗ്രാഫി ആയാലും ഫുൾ നല്ലൊരു ഭംഗിയിലാണ് എടുത്തിട്ടുള്ളത്. ഈ ബോറായി തോന്നുന്ന ഒരു കൺസെപ്റ്റിനെ അവർ നല്ല അടിപൊളിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. സോ അതൊക്കെ ഒരു ഭയങ്കര സസ്പെൻസ് ആണ്. സോ നിങ്ങൾ എന്തായാലും പോയിട്ട് കാണാം. ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ഹൈപ്പൊന്നും പ്രതീക്ഷിച്ചില്ല. ഒരു ആവറേജ് മൂവി ആ ഒരു ലെവലിൽ പ്രതീക്ഷിച്ചാണ് പോയത്. പക്ഷെ എനിക്ക് അതിലും കൂടുതൽ കിട്ടി. നിങ്ങളും അങ്ങനെ തന്നെ പോയാൽ മതി. ഒരുപാട് ഹൈപ്പായിട്ടൊന്നും പോകണ്ട. എന്നാലാണ് നിങ്ങൾക്ക് കറക്റ്റ് ആ മൂവി ആസ്വദിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് എന്തായാലും വർത്ത് ആയിട്ടുള്ളൊരു മൂവിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ പോയി കാണാം. അപ്പോൾ ഇനി ഇങ്ങനെ ഇരിക്കാതെ വേഗം പോയി കാണും കേട്ടോ. അപ്പോൾ കാരണം ഇനി അവിടെ നിന്ന് ഇവിടുന്ന് ഒക്കെ സ്പോയിലേഴ്സ് വരാൻ ചാൻസ് വളരെയധികം കൂടുതലുള്ളൊരു പടമാണ്. അപ്പോൾ എന്ത് കണ്ടാലും നമുക്ക് അത് നഷ്ടമാണ്. അപ്പോൾ നിങ്ങളത് തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യുക. നല്ല അടിപൊളി കിടിലനായിട്ടുള്ളൊരു തിയേറ്ററിൽ പോവാം. കാരണം ഈ പടം കാണാനും കേൾക്കാനും ഒക്കെ നല്ല അടിപൊളിയാണ്. എനിക്ക് ഈ പടം കാണുമ്പോൾ നമ്മുടെ മലയാള സിനിമേനെ ആലോചിച്ച് ഭയങ്കര പ്രൗഡായിട്ടൊക്കെ തോന്നി. സോ അത്രയേ ഉള്ളൂ. അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും പോയി കാണാം. മസ്റ്റ് വാച്ച് മൂവിയാണ്. അപ്പോൾ ശരി.